വാഹന അപകടങ്ങൾ ദിനം പ്രതി എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ 4 പേരാണ് അതിദാരുണമായി വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പാണ് കരിമ്പം എന്ന സ്ഥലത്ത്, പാലക്കാട് ജില്ലയിൽ കരിമ്പം എന്ന സ്ഥലത്ത് 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. ഇവിടെ മധുവിധു ആഘോഷിക്കാൻ കേവലം 15 ദിവസമേ ആയിട്ടുള്ളൂ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. മധുവിധു ആഘോഷിക്കാൻ മലേഷ്യയിലേക്ക് പോയി അവരെ എയർപോർട്ടിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ 2 പേരുടെയും അച്ഛന്മാർ പോയതായിരുന്നു. അപ്പൊ അവർ 4 പേരുമാണ് ആ കാറ് ഒരു അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച് ഇരുന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറി മരിച്ചത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കാർ ഓടിച്ച അവരുടെ ഭാഗത്തെ തെറ്റാണ്, അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ്. അപ്പോ അപകടം സംഭവിക്കാനുള്ള പ്രധാന കാരണം ഉറക്കം, അതായത് ഡ്രൈവിങ്ങിനിടയിൽ ഉറങ്ങിപ്പോയതാണ് ആ അപകടത്തിന് പ്രധാന കാരണം എന്നത്. പല അപകടങ്ങളും സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഉറക്കം ഒളിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഒരു ഉറക്കം ഒളിക്കുക എന്ന് പറയുമ്പോൾ ഒരു നിമിഷത്തെ ഒരു മതി, അതായത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. ഇതുപോലെ നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഇനി ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അധികാരികൾ പലതും ചെയ്യും എന്ന് പറയുന്നതല്ലാതെ അതിന് പ്രതിവിധിയായി ഒരു ശാശ്വതമായുള്ള ഒരു പ്രതിവിധി കാണാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ നടക്കുന്ന മിക്ക വാഹനാപകടങ്ങളുടെയും പ്രധാന കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധയും അനാസ്ഥയാണ്. പാലക്കാടിലെ കരിമ്പത്തെ 4 സ്കൂൾ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ പ്രധാന കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ ലോറി ഡ്രൈവർ ഓടിച്ചത് കൊണ്ടാണെന്ന് അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോ ദുരന്തങ്ങളും ഓരോ അപകടങ്ങളും വരുത്തി വെക്കുന്നത് ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വീഴ്ച കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ്. ഒരു വാഹനവും ആ വാഹനത്തിന്റെ താറാറ് ഒഴിച്ച് മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ തനി അപകടത്തിൽ ചെന്നപ്പെടുന്നില്ല, മറിച്ച് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ഭാഗത്തെ അശ്രദ്ധയും അനാസ്ഥയും കൊണ്ടല്ലാതെ. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. വാഹനാപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ബോധവൽക്കരണങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള നിയമങ്ങളൊക്കെ ഇതിനുണ്ടെങ്കിൽ തന്നെ ഇതിനൊന്നും ഒരു പരിഹാരമല്ല എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വയം വാഹനം ഓടിക്കുന്നവർ സ്വയം ചിന്തിക്കുക, അപകടം വരുത്താതിരിക്കാൻ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. ഇപ്പോൾ ഈ രാത്രികാലങ്ങളിൽ വാഹനം യാത്ര ചെയ്യുന്നവർ എന്തെങ്കിലും തരത്തിൽ ഉറക്കത്തിന്റെ ഒരു ഇതുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ സ്ഥലത്ത് നിർത്തി കുറച്ച് സമയം വിശ്രമിച്ച ശേഷം യാത്ര തുടരുക. വാഹനാപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള ബോധവൽക്കരണങ്ങളോ അല്ലെങ്കിൽ നിയമങ്ങളോ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ അവരുടെ സ്വന്തം വിലമതിക്കാനാവാതെ ജീവിതത്തെ കുറിച്ചിട്ട് ബോധവാന്മാരാകുക, അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന, അതായത് മറ്റുള്ള റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെയും വിലമതിക്കാനാവാതെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുക. ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക, അതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു പ്രതിവിധിയായിട്ട് കാണുന്നത്.